Hello friends, welcome to channel 𝙑𝙤𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഗിംബിളാണ്. അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഗിംബിളാണ്. അപ്പോൾ ഷിയോമിൻ്റെ സ്മൂത്ത് എക്സ് ഒരു ഗിംബിളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്. നോർമൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ആക്ച്വലി അത്യാവശ്യം അവൈലബിൾ അല്ല. നമുക്ക് ഇന്ത്യയിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തീരെ കിട്ടില്ല. പക്ഷേ ഇന്ത്യൻ വെർഷനിൽ ഹിന്ദിയിലൊക്കെ കുറച്ച് അത്യാവശ്യം ഉണ്ട്. പക്ഷേ അതിൻ്റെ നോർമൽ മോഡലാണ്. ഇത് പക്ഷേ നമുക്ക് സ്പെഷ്യൽ എഡിഷനാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. നോർമലി ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ വൈറ്റും ആണ് അവൈലബിൾ. ഇതൊരു കോംബോ പാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ട്രൈപോഡും കേസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതിൻ്റെ ബോക്സ് ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് MRP ഓർത്തിക്കുന്നത് 8,999 ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ബൈയിങ് പ്രൈസ് വരുന്നത് ഒരു 6,000 ആ റേഞ്ചിലൊക്കെയാണ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്. താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടോ. ഇത് നമുക്കൊരു ആപ്പ് സപ്പോർട്ടും ഉണ്ട്. 𝙑𝙑𝙑𝙘𝙤𝙀 ആപ്പ് നേരിട്ട് നമുക്ക് ആപ്പിളിലും സപ്പോർട്ടാണ്, നമ്മുടെ ആൻഡ്രോയിഡിലും സപ്പോർട്ടറാണ്. പിന്നെ ഇതിന് ആക്ച്വലി പ്രത്യേകത എന്ന് വെച്ചാൽ ഷിയോമിന് മാത്രമേ ഇന്ത്യയിൽ ഒരു സർവീസ് സെൻറ്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ഒഫീഷ്യൽ ഇന്ത്യൻ വെബ്സൈറ്റും ഷിയോമിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഒരു ഗിംബലിന് കുറേ ബ്രാൻഡുകളുണ്ട്. DJI, ഷിയോം, ഹോഹീം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ബ്രാൻഡുകളുണ്ട്. മോസ. ഇതിനൊന്നും പക്ഷേ ഒരു ഇന്ത്യൻ മോഡൽ, ഇന്ത്യൻ വെബ്സൈറ്റ് പോലും ഇല്ല, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇല്ല. പോരാതെ ഇന്ത്യൻ കസ്റ്റമർ സപ്പോർട്ടും ഇല്ല, സർവീസും ഇല്ല. എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ഒരു ഏജൻസി വഴിയാണ് അവർ എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സർവീസും DJIന് പ്രത്യേകിച്ച് സർവീസ് ഭയങ്കര ഒരു ഷോക്കാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ശരിക്കും വാട്സപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി ഒരു വാട്സപ്പിന് നമ്മളോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിപ്ലൈ റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരിചയപ്പെടാൻ തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി മാത്രം പോരല്ലോ, എൻ്റെ എന്തായാലും ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസ് സപ്പോർട്ടും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചത് തന്നെ. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് എഡിഷൻ ആണ്. അപ്പോൾ ബോക്സ് തന്നെ ബ്ലാക്ക് ആണ്. നോർമലി ഈ കളറല്ല വരിക, നമുക്കൊരു ഗ്രേ കളറാണ് നോർമലി എല്ലാവരും ഉപയോഗിക്കുക. പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള വലിയ പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. 500-600 ഡിഫറൻസ് സ്പെഷ്യൽ എഡിഷന് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി വാങ്ങിക്കാം. പക്ഷേ അവൈലബിലിറ്റി കുറച്ച് പ്രശ്നമാണ്. ഞാൻ എന്തായാലും ആമസോണിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അതുപോലെ തന്നെ ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. ഒരു ഹോം പേജ് പോലെ നമ്മളൊരു എന്തായാലും എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറിയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും എല്ലാത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കുള്ള എന്തായാലും ഒരു സംഭവമായിരിക്കും വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഗീവ് വീഡിയോസ് 4-5 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും വീഡിയോയുടെ എൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കാം മുകളിൽ. അപ്പോൾ ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. എളുപ്പമുള്ള സംഭവമാണ്. അപ്പോൾ അതിലൊരു പ്രൊഡക്ട്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വയർലെസ് TWS ആണ്. അതുപോലെ തന്നെ റിയൽമിയുടെ TWS ഉണ്ടായിരുന്നു, ക്രോസ് ഫീഡ്സിന് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളിലേക്കൊക്കെ പോകാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് ആക്ച്വലി നമ്മൾ സീൽഡ് പാക്കായിരുന്നു വന്നിട്ടുണ്ടാകും. ഞാൻ പറയാൻ മറന്നത്, നമ്മളത് ആക്ച്വലി പൊളിച്ചതാണ്. നല്ല ക്വാളിറ്റി പാക്കേജിങ് തന്നെ. ചെറിയ ഇവിടെ ഒരു ഡെൻറ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആക്ച്വലി കേസ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ സീൽഡ് പാക്കിങ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ പാക്കേജിങ് ഉണ്ടാവും. അത് സീൽഡാണ്. നമ്മളെന്തായാലും ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് ആപ്പിൽ വേറെ എന്തൊക്കെ നമ്മൾ കാണിച്ചു തരാം. എന്നിട്ട് ഞാനൊരു 𝙑𝙑𝙑𝙑𝙑 ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തൊക്കെ ചെയ്യണം. നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷിയോമിൻ്റെ സ്മൂത്ത് എക്സിൻ്റെ ബോക്സാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് പരിചയപ്പെടാം. ബ്ലാക്ക് കളറാണ്, ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യൽ എഡിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന പാക്കേജിന് ഒരു കേസും അതുപോലെ തന്നെ ഒരു ട്രൈപോഡും കൊടുത്തിട്ടുണ്ട് ചെറുത്. സ്മൂത്ത് എക്സ് സ്പെഷ്യൽ എഡിഷൻ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഇൻ ദ ബോക്സും ബിഫോർ യൂസിങ് സ്മൂത്ത് എക്സ് പ്ലീസ് ആക്ടിവേറ്റ് ദ പ്രൊഡക്റ്റ് വയ്യ 𝙑𝙑𝙑𝙑𝙑𝙑 ആപ്പ് എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ കസ്റ്റമർ കെയർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുംബൈയിലാണ്, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് കസ്റ്റമർ കെയർ ഉണ്ട് ഇന്ത്യയിൽ. ബാക്കി ഏറ്റവും ബ്രാൻഡിന് കസ്റ്റമർ കെയർ ഇല്ല കേട്ടോ. കസ്റ്റമർ കെയർ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഞാൻ ആക്ച്വലി അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാൻ വഴിയെ. ഇവിടെ ഷിയോമിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു പടം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ ഒരു ബോക്സ് പാക്കേജിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് സീലുണ്ട് വേറെ. അപ്പോൾ നമുക്ക് ഞാൻ ഉള്ളിലത്തെ സീലും കൂടി കട്ട് ചെയ്യണം. നമ്മൾ ആക്ച്വലി അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു വന്നേക്കെന്താ ആക്ച്വലി ഉണ്ടായിരുന്ന ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു. നമ്മളത് കട്ട് ചെയ്തതാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഡെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കേസ് തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി കേസാണ്. തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല ഹാർഡ് കേസാണ്. ഇതിൽ പിന്നെ ഒന്നുമില്ല, കേസിൽ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാം കേസിലുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കേസും സീൽഡാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ പാക്കേജിൽ. അപ്പോൾ നമുക്കത് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഷിയോം ബ്രാൻഡ് ആയിട്ടുള്ളൊരു കേസാണ് കേട്ടോ.
ലോക്കൽ കേസൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഗിംബിളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കേസ് ഇൻക്ലൂഡായിട്ട് വാങ്ങിക്കട്ടെ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇത് കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ മോട്ടർ വരുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഒരു എന്താ പറയുക റോങ് ഡയറക്ഷനിലേക്ക് തിരിക്കുക, പെട്ടെന്ന് ഒരു പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേടാവും. അപ്പോൾ നിങ്ങൾ മോഡൽ നോക്കി വാങ്ങിക്കട്ടെ. എന്ന് വെച്ചാൽ ഈ ശരിക്കും നോർമലി ഡിജൈൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു പൗച്ചാണ് തരുന്നത്. പക്ഷേ പൗച്ച് പോരാ, ശരിക്കും കോറിൽ നിന്നൊക്കെ ഈ പൗച്ച് നിന്ന് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഒരു കേസ് വന്നിട്ടുണ്ട്. നല്ല ഹാർഡുണ്ട് കണ്ടു, നല്ല ഹാർഡ് കേസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറക്കാം. ചെറിയ സംഭവമാണ് കേട്ടോ. നമുക്കിവിടെ എന്തൊക്കെയോ പേപ്പർ വർക്കും കാണുന്നുണ്ട്. ഇപ്പോൾ ട്രൈപോഡ് സംഭവം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് കാണാം. നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് ആയി നോക്കിയോ. അപ്പോൾ അതിൻ്റെ മെത്തേഡുകളാണ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്ത് ഗസ്റ്റർ കൺട്രോൾ എന്തൊക്കെയുണ്ട്, ഗ്ലാമർ ഇഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷൂട്ട് എഡിറ്റ് ഔട്ട്പുട്ട് ഇൻ ജസ്റ്റ് 20 സെക്കൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, സ്കാൻ ദ കോഡ് ടു ഡൗൺലോഡ് Z-Way-Cam, ലോങ് പ്രസ് ദ പവർ ബട്ടൺ ടു ടേൺ ഓൺ ദ സ്മൂത്ത് എക്സ്, turn on the Bluetooth on your phone, then open up the app and connect your phone to അത്രേ ഉള്ളൂ. ഫോളോ ദ പ്രോംപ്റ്റ് ടു രജിസ്റ്റർ ആൻഡ് ലോഗിൻ. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊരു പേപ്പറാണ്, ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് റിവ്യൂഡ് എന്ന് പറഞ്ഞിട്ട്, ടെസ്റ്റഡ് എന്ന് പറയുന്ന പോലെയൊന്നുണ്ട് റിവ്യൂഡ്. പിന്നെ ഒരു വലിയൊരു ബുക്ക്ലെറ്റ്, ഒരു സർവീസ് കാർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സർവീസ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എവിടെയൊക്കെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വലിയ ബുക്ക് ഉണ്ട്, നല്ല അട്ടിയുണ്ട്. ഇംഗ്ലീഷിലുണ്ട്, ചൈനീസിലുണ്ട്, വേറെ കുറേ അറബിയിലുണ്ട്, കുറേ ഭാഷയിലുണ്ട് ഇട്ടത്. പിന്നെ നമുക്ക് ഇവിടെ എന്തൊരു സംഭവം, ഇതെന്ത് പ്രോഡക്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാഷിംഗ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ടല്ല, ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി. അത് നമ്മുടെ ഇഷ്ടം പോലെ ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ വലിയ ഇത് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പക്ഷേ സിയോൺ ബ്രാൻഡാണ് കേട്ടോ. പിന്നെ ഒരു സിൽക്ക ജെല്ല് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇതിൽ നമുക്കിത് മാത്രമല്ല, നമുക്കിത് വെക്കാനുള്ളൊരു ടാഗും തന്നിട്ടുണ്ട് ഇവിടെ, അങ്ങനെ അതിൽ ഇളകി കളിക്കാണ്ടിരിക്കാൻ. അത് നല്ല കാര്യമാണ്. ഒരു ബ്ലാക്കാണ് കണ്ടോ, ബ്ലാക്കിൻ്റെ ഒരു ട്രൈപോഡ്, നല്ല ക്വാളിറ്റി ട്രൈപോഡാണ്. ഇവിടെ റബ്ബർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം മൂവ് ചെയ്ത് പോവില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, തുറക്കുമ്പോൾ അറിയാം. പക്ഷേ അത്യാവശ്യം സൈസും ഉണ്ട് കണ്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വയ്ക്കാം. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. അവിടെ മെയിൻ സാധനം ഇവിടെ വായോ, ഇതുണ്ട് ഒരു ബെൽറ്റ് പോലെ സാധനമാണ്. അത് നല്ല പരിപാടിയാണ്, ഇളകില്ല. ഇത് ചെറിയൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ബാറ്ററികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇതും സീൽഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിതും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനും എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനും കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റബ്ബർ ബാൻഡിങ് ഉണ്ട്. അപ്പോൾ റബ്ബർ ഒരു കോട്ടിങ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വെച്ചാൽ അത് ആടി പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കേസിൽ വന്നേക്കുന്നത്. ഇത് ആക്ച്വലി ലോക്ക് പൊസിഷനിലായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഓൾറെഡി ഉണ്ട് ഇൻസ്ട്രക്ഷനിൽ. ഇത് നമ്മൾ തിരിക്കണം. ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്കാൻ കണ്ടു. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനം പിന്നെ നേരെ മുകളിലേക്ക് പോകും. ഇങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ആക്ച്വലി നമുക്കൊരു സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. നമുക്കിതിങ്ങനെ പൊന്തിക്കൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കത് പിന്നെ നോക്കാം. എന്തായാലും നമുക്കിത് ആക്ടിവേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ഫോണിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഫോൺ സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരു ഏകദേശം ഒരു നടുവിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുമ്പോൾ നമ്മളെന്തായാലും കേസും മാറ്റിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി കിട്ടും. ഇപ്പോൾ എൻ്റെ OnePlusൻ്റെ ഫോണാണ്. അപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി നമ്മളൊരു കറക്റ്റ് സെൻറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും പോകാൻ പാടില്ല. അതിൻ്റെ അനുസരിച്ച് വെയിറ്റ് ബാലൻസ് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാനത് അമ്പത്തി പിടിക്കുകയാണ്. അത് ഓണായിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ഓണായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റെബിലിറ്റി ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ Z-Way-Cam ആപ്പ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ സാധനം ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു സമയം നമുക്ക് ഫസ്റ്റ് ലോഡിങ് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ ആപ്പിന്. അത് നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ഓൾറെഡി ആക്ടിവിറ്റി നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു ലാഗ് സ്മോൾ വരുന്നുണ്ട്. ഇപ്പം ഈ സൈഡിൽ നമുക്ക് ക്യാമറയുടെ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമുക്കത് കൊടുക്കാം. അപ്പോൾ സെർച്ചിങ്ങിൻ്റെ ഡിവൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസ് കൂടെ കണ്ടു. അപ്പോൾ നമ്മൾ കണക്ട് കൊടുത്തു. അപ്പോൾ ഡിവൈസ് ആക്ടിവേഷൻ്റെ ഒരു പേജ് വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കിതിൽ അസിസ്റ്റ് ഡിവൈസ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നെക്സ്റ്റ് അടിച്ച് പോവാം. പിന്നെ അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ചെയ്യാനുള്ളൂ ഇവിടെ, വേറെ സ്പെഷ്യലായിട്ടുള്ള സംഭവമൊന്നുമില്ല.
അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ആക്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു ടിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ സംഭവം ചെറുതായിട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ആക്ടിവേഷൻ എന്തോ ഫെയിലായി എന്നാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കിയിടും തിരിച്ചു. അപ്പം നമ്മൾ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചില സമയത്ത് ആക്ടിവേഷൻ ചിലപ്പോൾ നേരത്തെ വർക്കായില്ല. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്സാപ്പിൽ കാണിച്ച കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ ആക്ച്വലി സംഭവം ശരിയായിട്ടുണ്ട്. അപ്പോൾ ആക്ടിവേഷൻ ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആപ്പ് ഇൻ്റർഫേസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ എന്തായാലും എടുത്ത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും ട്രൈപോഡും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ആപ്പ് ഇൻ്റർഫേസാണ് കാണുന്നത്. ഞാൻ എന്തായാലും സ്ക്രീൻ ഇവിടേക്ക് ആക്കാം. അതുകൊണ്ട് നമുക്കിവിടെ ജോയ്സ്റ്റിക്ക് വഴി ഇത് കൺട്രോൾ ചെയ്യാം. പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്കിവിടെ ഒരു ബട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പെയർ ആയതിൻ്റെ ഒരു സിമ്പിളാണ് കാണുന്നത്, അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്കൊരു ബട്ടൺ, മോഡ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്കൊരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്. വേറെ ബട്ടൺസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട് അവിടെ വരുന്നുണ്ട് ചാർജിങ് ആയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ അമർത്തി കൊടുത്താൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, വീഡിയോ മോഡ് ഓൺ ആവട്ടെ. ഞാൻ കാണിച്ചത് ഇതാ ഓണായി. അവിടെ വീഡിയോ മോഡ് ഓണായി കണ്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ഇതാ ഓഫായി, കട്ടായി. നമ്മുടെ ഡിഫോൾട്ട് ക്യാമറയുടെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്പാണിത്. ഞാൻ എന്തായാലും ഇവിടെ വെക്കാം. ഇത് നമുക്ക് ആദ്യം കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ കാണിക്കുന്നില്ല. നമ്മളിത് ആക്ച്വലി ഫസ്റ്റ് ടൈം തന്നെയാണ് നമ്മൾ ഗിംബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി കുറച്ച് പഠിക്കാനുണ്ട്, കൺട്രോളിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സിമ്പിളാണ്, വലിയ പരിപാടിയൊന്നുമില്ല. ഇത് ആക്ച്വലി ഒരു ബിഗിനേഴ്സിനുള്ള ഒരു ഗിംബിൾ തന്നെയാണ് ഈ സാധനം. എക്സ് വരുന്നത്, സ്മൂത്ത് എക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഫോട്ടോ മോഡ് ഉണ്ട്. അത് ആക്ച്വലി നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ മോഡ് ബട്ടൺ ഉപയോഗിച്ചിട്ട്. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോം ബട്ടൺ ഉണ്ട്. നമ്മുടെ ഹോമിലേക്കും നമ്മുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ടെന്ന് ആയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ റെസൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് 4K വരെ പറ്റുന്നതാണ്. 4K വിത്ത് 30 FPS വരെ നമുക്ക് ഇതിൽ പറ്റും. അപ്പോൾ 4K ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ ഗ്ലാമർ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്ന് അവർ ഓൾറെഡി നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ എന്തായാലും 1080p തന്നെ ഇടാം. 1080p 30 FPS നമ്മൾ തന്നെ ഇടാം നമുക്ക് നമ്മുടെ ക്യാമറ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഗ്ലാമർ എഫക്ട്സും ഉണ്ട്. അതുപോലെ ഓട്ടോ മോഡ് ഉണ്ട്, സ്ലിം, സ്മൂത്ത്, അങ്ങനെ കുറച്ച് മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാമറ ആപ്സിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ആപ്പ് എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ റോസി എത്ര ഉണ്ട്, 1 2 3 4 5 6 7 മോഡലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വീഡിയോ മോഡുണ്ട്, ഫോട്ടോ മോഡുണ്ട്. നമുക്ക് നോർമൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത പോലെ തന്നെയാണ്. പെനോരമ മോഡുണ്ട്. അപ്പോൾ പെനോരമ ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് കാണിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഡെയിലി സൂം ഉണ്ട്, ഡോളി സൂം ഉണ്ട്. ഡോളി സൂം നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നത് നമ്മുടെ സബ്ജക്റ്റ് അവിടെ വന്നിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് വരുന്ന പോലെ നിങ്ങൾ മൂവിയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും. അത് എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടൈം ലാപ്സ് മോഡുണ്ട്. പിന്നെ ടൈം ലാപ്സിൻ്റെ ഉണ്ട്. പിന്നെ ഹൈപ്പർ ലാപ്സ് ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് മോഡുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കയറട്ടെ. ഇവിടെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് വേണോ ഓഫ് ഓൺ വന്ന ഓപ്ഷൻ ഉണ്ട്. മൈക്രോഫോൺ ബിൽഡിനാണ് എടുക്കണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡ് എടുക്കാം. വൈറ്റ് ബാലൻസ് ഓട്ടോ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഗിംബലിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സീൻ മോഡ് എന്താണോ, വോക്കാണോ റണ്ണാണോ നമുക്ക് സെറ്റ് ചെയ്യാറുണ്ട്. ഫോളോ മോഡ് വേണോ, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമുക്ക് മോഡ് ബട്ടൺ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 മോഡുണ്ട്, എൽ മോഡുണ്ട്, റോൾ ആൻഡ് പാൻ ഫോളോയിങ് മോഡും ഉണ്ട്. ജോയ്സ്റ്റിക്കിൻ്റെ സ്പീഡ് മീഡിയം ആണോ, സ്ലോ ആണോ, ഫാസ്റ്റ് ആണോ, നമ്മൾ ഇങ്ങനെ തിരിക്കുന്ന സംഭവം. സൂമിൻ്റെ സ്പീഡ് നമുക്കിവിടെ സൂം ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടോ, നമുക്കിവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സൂം ആവും. പിന്നെ നമുക്ക് ഇൻവേർട്ട്, നമ്മുടെ പാൻ കൺട്രോൾ ഇൻവേർട്ട് ചെയ്യണമെന്നുണ്ട്. ഇൻവേർട്ട് ടിൽ കൺട്രോൾ ഉണ്ട്. പ്രസ് എംബോട്ടൻ്റെ ഡിഫോൾട്ട് മോഡ് എന്താ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഗിംബൽ കാലിബ്രേഷൻ അത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം. അത് നമ്മൾ ചെയ്യാൻ മറന്നു, നമുക്ക് കാലിബ്രേറ്റും ചെയ്യാം. അപ്പോൾ ഓട്ടോ കാലിബ്രേഷൻ 25% കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി കാലിബ്രേറ്റ് ആവും. അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഉണ്ട് അതായത് എല്ലാ മോഡലും, നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡലാണെങ്കിലും പോർട്രേറ്റ് മോഡലാണെങ്കിലും ഇത് കാലിബ്രേറ്റ് ചെയ്യും. അത്യാവശ്യം 1 മിനിറ്റിൻ്റെ താഴേക്ക് എടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ 75% 87% ആയിട്ടുണ്ട്. അപ്പോൾ കാലിബ്രേഷൻ കൺഫേം സക്സീഡ് ആയിട്ടുണ്ടെന്ന് കൺഫേം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പർ ലാപ്സിൽ ഇറക്കണേ. നമുക്ക് നമ്മുടെ വീഡിയോ മോഡിലേക്ക് പോകാം. എന്നിട്ട് നമുക്കൊന്ന് സൂം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പെനോരമ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ
ഇതാ കണ്ട് സൂം പറഞ്ഞുണ്ടോ, ഇതാണ് നമുക്ക് സൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സൂം ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ലോഗോയിലേക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, സൂം ആണോ? ഞാൻ ടച്ച് ചെയ്യുന്നില്ല സ്ക്രീനിൽ. നമുക്കിവിടെ ഒരു സൈഡിലൊരു സൂം ബട്ടൺ ഉണ്ട്, അവിടെ കണ്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബിൽ ക്വാളിറ്റിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ബിൽ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സൂപ്പർ ബിൽ ക്വാളിറ്റിയാണ്. പക്ഷേ പ്രൈസ് നമ്മുടെ ഈ പ്രൈസിൻ്റെ ഒരു റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒരു വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് അറിയാം. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസിന് വരുന്നത് ശരിക്കും 490 999 തൊട്ട് നമുക്ക് 6000 പ്രൈസിൽ വരുന്നുണ്ട്. അതിന് ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് മറ്റേ ഗിംബിൾ മാത്രമേ കിട്ടുള്ളൂ. ഈ കോംബോ പാക്ക് കിട്ടില്ല, ട്രൈപോഡും കിട്ടില്ല, കേസും കിട്ടില്ല. അല്ലാത്തത് നമുക്ക് നോർമൽ കളർ മോഡിൽ വരുന്ന 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഈ ബ്ലാക്ക് എഡിഷൻ കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഒരു ബിഗിനേഴ്സിനും ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ നിങ്ങളൊരു ഗിംബിൾ, സ്മാർട്ട് ഫോൺ ഗിംബിൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ വരുന്ന മോഡലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് വാട്സപ്പ് സപ്പോർട്ട് വരെ ഉള്ളതാണ്. അപ്പോൾ തന്നെ ഒരു റിപ്ലൈയും സംബന്ധം ഞാൻ അപ്പോൾ തന്നെ അയച്ചതിൻ്റെ റിപ്ലൈ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ അതിലുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാൻ മൊബൈൽ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ അവിടെ സൈഡിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ സംഭവം ഓഫ് ആകും. കണ്ടു, അപ്പോൾ ഓഫായി. നമ്മുടെ നോർമൽ ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോപ്രോയിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഗോപ്രോനായിട്ടും സൈസ് ചെറുതായിട്ടുള്ളൊരു സ്പ്രിങ് ആക്ഷനാണ് വരുന്നത്. നല്ല ക്വാളിറ്റി സ്പ്രിങ് ആക്ഷനാണ് കേട്ടോ. ആപ്പും വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല. പക്ഷേ അതിന് നമ്മുടെ പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ അത് പക്ഷേ നിങ്ങൾ ഏത് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നോക്കിയാലും നമ്മുടെ ഗിംബലിൻ്റെ ആപ്പ് നോക്കിയാലും റേറ്റിംഗ് കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എനിക്കിതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല ഡിസ്കണക്ഷൻ. എന്തായാലും നമുക്ക് ഞാൻ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് കാണിച്ചു തരാം. ഞാനൊന്ന് ക്യാമറ എടുത്തുകൊണ്ടിട്ടെ. ഉണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ തന്നെ അയച്ചാണ്, മെസ്സേജ് അയച്ചിട്ടപ്പോൾ അവർ റിപ്ലൈ തന്നേക്കുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് കസ്റ്റമർ മെയിലും ഉണ്ട്, കോളും ഉണ്ട്. കണ്ടു, ഇവർക്ക് ഇതുണ്ട്, ഇവർക്കൊരു സപ്പോർട്ടുണ്ട്. ഒരു അഡ്രസ് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു വാട്സപ്പ് സപ്പോർട്ട് ഇവർക്ക് ഉള്ളതാണ്. ഉണ്ട്, ഷിയും ഇന്ത്യ. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയുണ്ട്. പിന്നെ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലായി നോക്കി കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നൊരു നല്ലൊരു ഗിംബിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ എനിക്കും ആക്ച്വലി ഫസ്റ്റ് ടൈം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കാണ്ട്, അപ്പോൾ എന്തെങ്കിലും നമ്മൾ നോക്കാണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു കാര്യമില്ലല്ലോ. ജസ്റ്റ് ചുമ്മാ നോക്കിയിട്ട് വെറുതെ പറഞ്ഞു തന്നതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സംഭവം നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, ജസ്റ്റ് ഓണും ബട്ടൺ കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ജോയ്സ്റ്റിക് മോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ബാക്കി ഡീറ്റെയിൽ നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയി. അപ്പോൾ അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവരെ പോയി കാണും. നമ്മുടെ ചാനൽ ലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളൊരു ഫുഡിൻ്റെയും പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോർട്സ് വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൻ്റെ പേര് വരുന്നത് നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ എന്തായാലും അവിടെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇതിൽ കയറി കഴിഞ്ഞാൽ കാണാനും പറ്റും. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കമൻറ്റ് ഇട്ടാലും മതി. നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉണ്ടാലോ. ബൈ.